Welcome all. Today we are going to discuss about control statements in C language. Control statements is generally used to change the flow of execution of the program. Normally, the program executed in a sequential manner. By using these control statements, we can alter the flow of execution of the program. In C language, there are two types of statements that are generally used as a control statements. They are decision-making statements and iterative statements. First of all, we are going to discuss about what do you mean by decision-making statement. Decision-making statement is a statement that changes the flow of execution of the program based on certain decision. If the decision is true, then a set of code is executed. If the decision is false, then the set of code is executed. The examples for the decision-making statements are if else statements, else if ladder, switch, break and continue. These are the typical example used as a decision-making statements. The first statement of the decision making is if statement. If statement is the simplest form of the decision making statement. The general syntax for the if statement is this is the general syntax for the if statement. Here the condition is evaluated first. If the condition is true, then these block of statements are executed. The block of statements are specified within the curly bracket. If we have only one statement, we can eliminate those curly brackets. If we have multiple statements in the if block, then we have to place the curly brackets. This is a simple if statement program. This program അനുസരിച്ച് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എ എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ വാല്യൂ ഞാൻ 5 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് സോ ഇൻഡ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഐ ആം ഡിക്ലെയറിംഗ് എ വേരിയബിൾ എ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു ഇഫ് എ ഈക്വൽ ടു 5 എ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ഹലോ സി പ്രോ എന്ന് പ്രിന്റ് ചെയ്യണം ഇനിയും അത് കഴിഞ്ഞിട്ട് എന്താണ് ഹലോ വേൾഡും കൂടി പ്രിന്റ് ചെയ്യണം അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ച് എന്താണ് എ ഈസ് ഈക്വൽ ടു 5 ആണ് 5 is equal to 5 ആണ് സോ ഹലോ പ്രോ സി പ്രോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തു അതോടൊപ്പം തന്നെ എന്തും കൂടി പ്രിന്റ് ചെയ്യും ഹലോ വേൾഡ് എന്ന് പറയുന്നതും പ്രിന്റ് ചെയ്യും അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ച് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹലോ സി പ്രോയും ഹലോ വേൾഡും ആയിരിക്കും ഓക്കെ സപ്പോസ് ഞാൻ ഇതിന് എയ്ക്ക് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 5 അല്ല 6 ആണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ 6 ഈക്വൽ ടു 5 6 എന്ന് പറയുന്ന 5നോട് ഈക്വൽ ആണോ അല്ല അപ്പോൾ എന്ത് പറ്റത്തില്ല ഇതിനകത്തുള്ള കോഡ് ഏതാണ് പ്രിന്റ് ഓഫ് ഹലോ സി പ്രോ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തില്ല പകരം എന്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും ഹലോ വേൾഡ് എന്ന് പറഞ്ഞായിരിക്കും എക്സിക്യൂട്ട് ചെയ്യും ഇഫ് ഐ എം ഡിക്ലെയറിംഗ് ഇൻ എ ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ എന്താ പറ്റുന്നത് 6 ഈക്വൽ ടു 5 ആണോ അല്ല അപ്പോൾ എന്ത് പറ്റത്തില്ല ഹലോ സി പ്രോ എന്ന് പറയുന്ന ഈ ഈഫിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല പകരം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന മാത്രമായിരിക്കും നേരെ മറിച്ച് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആണ് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഈ ഈക്വൽ ടു 5 ആണെങ്കിൽ 5 ഈക്വൽ ടു 5 ആണ് ഹലോ സി പ്രോയും പ്രിന്റ് ചെയ്യും ഹലോ വേൾഡും പ്രിന്റ് ചെയ്യും ഇനി ഇത് ഈക്വൽ അല്ലെങ്കിൽ ഹലോ വേൾഡ് മാത്രമേ എപ്പോഴും പ്രിന്റ് ചെയ്യത്തുള്ളൂ ഓക്കെ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്
ആദ്യം നമ്മൾ പഠിച്ചത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈഫിനകത്തുള്ള കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഈഫിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഫോൾസ് ആണെങ്കിൽ ഒന്നും അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. പക്ഷേ ഈഫിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഡ്രോബാക്കിനെ ഒഴിവാക്കി. കാരണം ഈ ഈഫിൽ സ്റ്റേറ്റ്മെന്റിനകത്ത് രണ്ട് സെക്ഷൻ ഉണ്ട്. ഒന്ന് ഈഫ് എന്ന് പറയുന്ന സെക്ഷനും രണ്ട് എൽസ് എന്ന് പറയുന്ന സെക്ഷനും. ഇതിന്റെ ഒരു ജനറൽ സിൻടാക്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈഫ് കണ്ടീഷൻ 1 then statement 1 else statement x. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കണ്ടീഷൻ 1 ഇവാലുവേറ്റ് ചെയ്യും. ആ കണ്ടീഷൻ 1ന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻ 1ന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് x ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യാം. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കാണും. ഫോൾസ് ആണെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കാണും. അതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം അനുസരിച്ച് ഞാൻ രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ രണ്ട് നമ്പറിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഏത് നമ്പറാണ് ഗ്രേറ്റർ എന്നാണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ചൊന്ന് നോക്കിയാൽ എൻ്റെ എൻ്റെ എയും ബിയും എന്ന് പറയുന്ന രണ്ട് വേരിയബിളാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എയുടെയും ബിയുടെയും വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഞാൻ വാല്യൂ എൻ്റർ ചെയ്തു. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റർ ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എയ്ക്ക് ഞാൻ 10 ആണ് എൻ്റർ ചെയ്യുന്നത്, ബിക്ക് ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സോ കമ്പയർ ചെയ്യും. ഇഫ് 10 is greater than A is greater than B എന്ന് പറഞ്ഞാൽ 10 is greater than 6. ഈ കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ ഈസ് %d A എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ ഈസ് 10 എന്നായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഇനിയും എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ എക്സാമ്പിളിനകത്ത് ഞാൻ ബിയുടെ വാല്യൂ 16 ആയിട്ടാണ് പ്ലേസ് ചെയ്ത് തന്നിരിക്കട്ടെ. ബിയുടെ വാല്യൂ 16 ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ വാല്യൂ ഓഫ് എ ബി ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 16ഉം കൊടുത്തു. ദെൻ ഇഫ് 10 ഈസ് ഗ്രേറ്റർ ദാൻ 16 ആ കണ്ടീഷൻ ട്രൂ ആണോ, അല്ല, ഫോൾസ് ആണ്. അങ്ങനെയാകുമ്പോൾ എൽസ് പാർട്ടിനകത്തുള്ള ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞ 16 ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് 16 ആയിരിക്കും എനിക്ക് പ്രിന്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഫ് എൽസീഫ് ലാഡർ ആണ്. ഇപ്പം ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്കൊരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നേരെ മറിച്ച് ഒന്നോ അതിലധികമോ കണ്ടീഷൻ ഇതുപോലെ ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈഫ് എൽസീഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പം ഈഫ് എൽസീഫ് ലാഡർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ വേ ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഒന്നിലധികം വേയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈഫ് എൽസീഫ് ലാഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ 1 എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, കണ്ടീഷൻ 1 എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഇഫ് എൽസീഫ് ലാഡറിൽ നിന്ന് പുറത്തോട്ട് പോകും കൺട്രോൾ. ഇനിയും അതല്ല, ഈ കണ്ടീഷൻ 1 എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും, കണ്ടീഷൻ 2 ഇവാലുവേറ്റ്, എൽസീഫിനകത്തുള്ള കണ്ടീഷൻ 2 ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻ 1ഉം ട്രൂ അല്ല, കണ്ടീഷൻ 2ഉം ട്രൂ അല്ലെങ്കിൽ ദെൻ കണ്ടീഷൻ 3 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ 3 ആണ് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 3 ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ പോലും ട്രൂ അല്ലെങ്കിൽ എൽസ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൺട്രോൾ എങ്ങോട്ട് പോകും, ഇറ്റ് ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആഫ്റ്റർ ദ
if else if ladder. Else if ladder, if else if ladderന് ശേഷം എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, അങ്ങോട്ടായിരിക്കും കൺട്രോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ, മൂന്ന് കണ്ടീഷൻ, ഇങ്ങനെ n ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് നമുക്കിത് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും n ടൈപ്പിലുള്ള കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വാലിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് ഈ else if ladderന് വെളിയിലുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനിയും എല്ലാ കണ്ടീഷനും ഇവാലുവേറ്റ് ചെയ്തു. n കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്ന ലാഡർ ആണെങ്കിൽ ആ n കണ്ടീഷനും ഇവാലുവേറ്റ് ചെയ്തു. ആ കണ്ടീഷൻ എല്ലാം തന്നെ എന്താണ്, ഫോൾസ് ആണെന്നിരിക്കട്ടെ, എല്ലാ കണ്ടീഷനും ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എൽസ് ബ്ലോക്കിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഈഫ് എൽസ് ഇഫ് ലാഡറിന്റെ ജനറൽ സിന്റാക്സും അതിന്റെ എക്സ്പ്ലനേഷനും. ഇനി നമ്മൾ ഈഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ലാർജസ്റ്റ് അമംഗ് ദ 3 നമ്പേഴ്സ്, ഞാൻ 3 നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ 3 നമ്പറിനകത്തുനിന്ന് ഏത് നമ്പറാണ് ലാർജസ്റ്റ് എന്നത് പ്രിന്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ച് നോക്കി, ഞാൻ വേർഡ് മെയിനകത്ത് എന്താണ് ഇൻറ്റ് എ കോമ ബി കോമ സി എന്ന് പറയുന്നത്, എ ബി സി എന്ന് പറയുന്ന 3 വേരിയബിൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്, ഇൻറ്റ് എ കോമ ബി കോമ സി. ഇനി നോക്കിയാൽ പ്രിന്റ് എഫ് എൻ്റർ ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി. അപ്പോൾ എന്നെ ചോദിച്ചിരിക്കുന്നത് എയുടെ ബിയുടെയും സിയുടെയും വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. ഞാനിപ്പോൾ എയ്ക്ക് എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 10ഉം ബിക്ക് എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 6ഉം സിക്ക് എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 18ഉമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റർ ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എയ്ക്ക് 10 എന്നും ബിക്ക് 6 എന്നും സിക്ക് 18 എന്ന് പറയുന്ന വാല്യൂ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും എന്താണ്, ഇഫ് 10 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആൻഡ് പിന്നെന്താ ചോദിക്കുന്നത്, 10 ഈസ് ഗ്രേറ്റർ ദാൻ 18. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് 10 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആണ്, പക്ഷേ 10 ഈസ് ഗ്രേറ്റർ ദാൻ 18 അല്ല. അപ്പോൾ എന്ത് പറ്റത്തില്ല, ഈ ബ്ലോക്ക് ഏതാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഡി എ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനിയും അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. നോക്കിയേ, അത് കഴിയുമ്പോഴത്തേക്ക് എന്തിലേക്കാണ് പോകുന്നത്, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ എൽസീഫിനകത്തുള്ള കണ്ടീഷൻ, എൽസീഫ് എന്തായിട്ടിരിക്കുന്നത്, 6 is greater than 10 ആണോ, 6 ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ എ, ബിയുടെ വാല്യൂ 6 ആണ്, 6 is greater than 10. അത് ആൻഡ് പിന്നെ എന്നെ കൊടുത്തിരിക്കുന്നത് 6 ഈസ് ഗ്രേറ്റർ ദാൻ 18. ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതെന്തല്ല, ട്രൂ അല്ല. അപ്പോൾ എന്താണ് ഇതിനോട് അസോസിയേറ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രിന്റ് ഓഫ് ലാർജസ്റ്റ് നമ്പർ പെർസെൻറ്റേജ് ഡി ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. വേറെ ഒരു കണ്ടീഷനും വേറെ ഇല്ല. പിന്നുള്ളത് എന്താണ്, എൽസ് പാർട്ടുകൾ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ അല്ല, ഇവിടുത്തെ കണ്ടീഷനും ട്രൂ അല്ല, ഫോൾസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, എൽസ് പാർട്ടിനകത്തുള്ള ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞ് സി ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഞാൻ എയുടെ സ്ഥാനത്തിന് ഞാൻ 10 എന്നും ബിയുടെ സ്ഥാനത്ത് ഞാൻ 16ഉമാണ് കൊടുക്കുന്നത്, സി 18. ഓക്കെ, സി എന്ന് പറയുന്നത് ബിയുടെ സ്ഥാനത്ത് ഞാൻ 26 കൊടുക്കുന്നത്. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 26, സിയുടെ വാല്യൂ 18. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താണ്, 10 ഈസ് ഗ്രേറ്റർ ദാൻ 26, ട്രൂ അല്ല. അതുകൊണ്ട് തന്നെ ആ ഇഫ് ബ്ലോക്കിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താണ്, ബി ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലേ, ബി എന്ന് പറയുന്നത് എന്താണ്, 26 ഈസ് ഗ്രേറ്റർ ദാൻ 10, അത് ട്രൂ ആണ്. അത് ചെക്ക് ചെയ്യുന്ന അടുത്ത കണ്ടീഷൻ എന്താണ്, 26 ഗ്രേറ്റർ ദാൻ 18, 26 ഈസ് ഗ്രേറ്റർ ദാൻ 80. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് ഈ എൽസ് ബ്ലോക്കിനകത്തുള്ള കണ്ടീഷൻ, എൽസ് ഇഫിനകത്തുള്ള കണ്ടീഷനാണ് ട്രൂ ആയത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ബി എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. എൽസ് പാർട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള എൽസ് ഇഫ് ലാഡറിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്കിവിടെ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടി വേ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഒന്നിലധികം ഡിസിഷൻസിനെ മേക്ക് ചെയ്യാം, അല്ലേ, ഒന്നിലധികം കണ്ടീഷൻസ് ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി ഒരു കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൽസ് പാർട്ടിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്.